പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ് എൻ്റെ പ്രിയപ്പെട്ടവരെ. വീണ്ടും കർത്താവ് നമുക്കൊരു ദിവസം തന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ പ്രത്യക്ഷ പ്രാർത്ഥനയിൽക്കൊണ്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. നവംബർ 30 ശനിയാഴ്ചയാണ്. ഈ മാസത്തിന്റെ അവസാനമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നവംബർ മാസം കർത്താവ് 30 ദിവസം നമ്മൾ പൂർത്തീകരിച്ചു. ഒക്ടോബർ മാസത്തിലാണ് അമ്മ ഈ സന്ദേശം തന്നതെങ്കിലും ഇപ്പോഴ് ഒരു മാസം നമ്മൾ പൂർത്തീകരിക്കുകയാണ് നവംബറിൽ. അപ്പോൾ ഈ മാസം മുഴുവൻ ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയുന്നു. പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ്, അമ്മയുടെ പ്രത്യേക ദിവസമാണ്. ഈ അമ്മയുടെ പ്രത്യേക ദിവസമുണ്ടല്ലോ, പണ്ട് ആൾക്കാർ ശനിയാഴ്ച മാതാവിൻ്റെ ദിവസം ആയതുകൊണ്ട് തന്നെ അതിനു വേണ്ടി പ്രത്യേകം പോയി കുർബാന കൂടുകയും കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇന്ന് ചെയ്യുന്നില്ലെന്നല്ല, കുറച്ച് അപ്പോൾ ശനിയാഴ്ച എന്ന് പറഞ്ഞ ഒരു ആൾക്കാർ ഞായറാഴ്ച പോലെ അമ്മയുടെ ദിവസം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. അന്ന് ധർമ്മക്കാരെ കാണുകയും അവർക്ക് വേണ്ടത് നൽകുകയും ചെയ്യുന്നവരുണ്ട്. മാതാവിൻ്റെ രൂപം പ്രത്യേകമായി തുടച്ച് വൃത്തിയാക്കി പൂവൊക്കെ വെച്ച് അമ്മയെ വണങ്ങുന്ന ദിവസം കൂടിയാണ്. പിന്നെ ജവമാരെ കൂടുതൽ ചെല്ലും. അങ്ങനെ മാതാവിൻ്റെ ആൾക്കാരും മാതാവിൻ്റെ ആധ്യാത്മിക പേറുന്നവരാണ്. മാതാവിൻ്റെ ആധ്യാത്മികകൾ വലിയ ആധ്യാത്മികതൊന്നുമില്ല. കാര്യം നമുക്ക് മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ലത് ഈസി വചനത്തെ ആദ്യം സ്വീകരിച്ച അമ്മയുടെ ആധ്യാത്മികത തന്നെയാണ്. ഓക്കെ, ലെറ്റ്സ് കം ടു പ്രേയർ. കർത്താവെ, ഞങ്ങൾ നിൻ്റെ നാമത്തിന് ആരാധിക്കുകയും സ്തുതിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ ശനിയാഴ്ച അങ്ങയുടെ മക്കളെ ശിരസ് നമിച്ച് നിൻ്റെ ആശീർവാദത്തിന് നിൽക്കുമ്പോൾ അമ്മയാണ് ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുള്ളത്. അമ്മയാണ് ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടെ വീഞ്ഞ് തികയാതെ വന്ന കാര്യം, അവിടുത്തെ ഇല്ലായ്മ, തികയാത്ത അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കി ആ വീട്ടുകാരൻ പോലും പറയാതെ സ്വന്തമായിട്ട് ആ വിഷയം ഏറ്റെടുത്തു. ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ ഒത്തിരി പേരുകളിൽ ഒരു പേര് വേണ്ടതാണ് ഏറ്റെടുപ്പ് മാതാവ്.
നമ്മൾ ഉടമ്പടി മാതാവെന്ന് പറയും, അപ്പോൾ ചിലർക്ക് മനസ്സിലാകും. പക്ഷെ മാതാവ് ചെയ്തത് എന്താണ്? ആ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ അവർ പോലും അറിയാതെ സ്വന്തമായിട്ട് ഏറ്റെടുത്തു. അതാണ് ഏറ്റെടുപ്പ് മാതാവ് എന്ന് പറയണത്. അതായത് ശനിയാഴ്ച നിൻ്റെ എല്ലാ വിഷയം, ഞങ്ങളൊക്കെ ശനിയാഴ്ച അല്ലെങ്കിൽ ഒക്ടോബർ മാസം അല്ലെങ്കിൽ മെയ് മാസമൊക്കെ വരാൻ കാത്തിരിക്കുക. എന്തിനാണെന്നറിയാവോ? അമ്മ ഫയൽ നോക്കണ മാസമാണത്. പ്രത്യേകിച്ച് എന്നുവെച്ചാൽ ഭയങ്കര പ്രസംഗങ്ങളുള്ള വിഷയങ്ങളെല്ലാം മഞ്ഞുപോലെ ഒരുക്കി കളയണ ദിവസമാണ്. അങ്ങനെ നമ്മൾ വിശ്വസിച്ചാണ്, അങ്ങനെയാണ് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണെങ്കിൽ മരിയൻ എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും മാതാവിൻ്റെ മധ്യസ്ഥയിലേക്ക് ക്ഷണിക്കുകയാണ്. കാര്യം മാതാവ് നമ്മൾ ഈശോയുടെ അടുത്ത് കൊണ്ടുപോകും. ഈശോയിൽ ആദ്യം ജീവിച്ച ആൾ അമ്മയാണ്. വചനത്തിൽ ആദ്യം ജീവിച്ച ആൾ അമ്മയാണ്. അമ്മയേക്കാൾ വലിയൊരു ജീവിതവും വേറെ മധ്യസ്ഥനോ ഒന്നുമില്ല. കാര്യം പ്രധാന മധ്യസ്ഥ കൃപാസനം മാതാവിനെ വിളിക്കുന്നത്. അല്ല, ഏകമധ്യസ്ഥൻ ക്രിസ്തുവാണ്. പക്ഷെ പ്രധാന മധ്യസ്ഥൻ, കാര്യം എന്താ, മറ്റു പുണ്യാളന്മാരെ പോലെ ഒരു മധ്യസ്ഥ അല്ല അമ്മയെന്ന് എൻ്റെ അർത്ഥം. അതിനെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. അമ്മ പ്രധാന മധ്യസ്ഥയാണ്. അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അതാണ് അമ്മയെ ജീവിതത്തിൻ്റെ പ്രധാന മധ്യസ്ഥയാക്കും. യേശുവിന് നമുക്ക് ഇടയ്ക്ക് നിൽക്കുന്നത് അമ്മയാണ്. അമ്മയേക്കാൾ വലിയ മധ്യസ്ഥമില്ല. ഞാൻ ശനിയാഴ്ച കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾ ഒറ്റയ്ക്ക് പണിപ്പെടേണ്ട കാര്യമില്ല, ഒറ്റയ്ക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അമ്മയാണ് ഞങ്ങളുടെ ഭാരങ്ങൾ കാനായിൽ വെച്ച് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതും അമ്മയുടെ മധ്യസ്ഥമാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് കേട്ട മധ്യസ്ഥം. ഈ ഭൂമിയിൽ ഈശോ ആദ്യമായിട്ട് കേട്ട മധ്യസ്ഥം അമ്മയുടേതാണെങ്കിൽ സ്വർഗം കേട്ട മധ്യസ്ഥം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ക്രിസ്തു വഴി ഈ പ്രാർത്ഥനകൾ ഞങ്ങൾ പരവിധാനം സമർപ്പിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഫോർമുല ഇല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഈ കുടുംബങ്ങളെല്ലാം നൂറുകണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇപ്പോഴും ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും അത് പങ്കെടുക്കുകയും ആ പങ്കെടുക്കുന്ന ഓരോ മക്കളും ആശ്രയം വെച്ചിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ദൈവത്തിൻ്റെ കരുണ, മനസ്സ്, ശരീരം, ആത്മാവ്, ജീവിതം എല്ലാ മണ്ഡലങ്ങളിലും യാത്ര, അതുപോലെ തന്നെ ചർച്ചകൾ, മീറ്റിങ്ങുകൾ, യോഗങ്ങൾ, സമ്മേളനങ്ങൾ, എവിടെയെല്ലാം അങ്ങനെ മക്കൾ പോകുന്നു അവിടെയെല്ലാം അവിടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, വിനിമയങ്ങൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, അതിനുവേണ്ടിയുള്ള നീക്കുപോക്കുകൾ, ചർച്ചകൾ, യാത്രകൾ, സംരംഭങ്ങൾ, കൈയൊപ്പുകൾ, ഒപ്പിടേണ്ട അവസ്ഥകൾ, രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥകൾ, എന്തെല്ലാം വിഷയങ്ങൾ, വേറെവർ യു ഗോ, നീ പോകുന്ന ഇടത്തെല്ലാം ഞാൻ നിന്നെ ഉണ്ടായിരിക്കും എന്ന് ദൈവത്തിൻ്റെ ചൈതന്യവും ശക്തിയും ഇന്ന് മുഴുവനും കർത്താവിൻ്റെ ചൈതന്യമായി നിങ്ങളിലെ രാത്രി വിശ്രമിക്കാനെത്തുന്നവരെയുള്ള എല്ലാ ഭൗതിക ദൈവിക സംരംഭങ്ങളെല്ലാം കർത്താവിൻ്റെ വെളിച്ചം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങളും ക്ലേശങ്ങളും യേശു ക്രിസ്തു നീങ്ങിപ്പോട്ട് കൽപ്പിക്കുന്നു. ലോർഡ് ആൻഡ് പീസ്, സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം, ഇന്ന് സന്ദേശം നവംബർ 30 ശനിയാഴ്ച, ലൂക്കായുടെ സുവിശേഷം 2:20. തങ്ങളോട് പറയപ്പെട്ടതുപോലെ, ഇത് ആർട്ടിഡേമായിട്ട് സംഭവം കേട്ടോ. അതായത് നമ്മൾ നത്താൾ പെരുന്നാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഡിസംബർ 1 തീയതിയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളൊരു ഡിസംബർ ക്രിസ്മസ് മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത ആട്ടിടയന്മാർ വന്ന് പുൽത്തൊട്ടിയിൽ കണ്ട് ഈശോനെ അമ്മയും കണ്ടതാണ് ഈ വിഷയം. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ആട്ടിടയന്മാർ തിരിച്ചുപോയ കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ്? തങ്ങളോട് പറയപ്പെട്ടതുപോലെ സകല കാര്യങ്ങൾ തങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും. അപ്പോൾ ഇതിനകത്ത് എന്ത് സംഭവം എന്നറിയാമോ? ഞാൻ ഈ വചനം ആദ്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തറച്ച സംഭവത്തിലേ ഉള്ളൂ. സകല കാര്യങ്ങളെക്കുറിച്ചും എന്താണ്? ദൈവത്തിന് നന്ദി കരയറ്റുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അല്ലാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സകല കാര്യങ്ങൾക്കും ശരിക്കും പറഞ്ഞാൽ ആട്ടിടയന്മാർക്ക്, പൂജരാജക്കന്മാർക്ക് കിട്ടി ഒരു ആനുകൂല്യം കിട്ടാൻ പാവപ്പെട്ട കക്ഷികളാണിത്. പൂജരാജക്കന്മാർക്ക് അവർക്ക് നല്ല നക്ഷത്രമൊക്കെ തെളിച്ച് ദൈവം ആഘോഷമായിട്ടാണ് അവരെ കൊണ്ടുവന്നത്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അത് കിട്ടിയില്ല. പക്ഷെ മാലാഖ അവരെ കണ്ടു. അത് വരെ സത്യമാണ്. അപ്പോൾ മാലാഖ കണ്ടു എന്നുള്ള കാര്യം ഭയങ്കരമായ ഒരു ഇതാണ്. അപ്പം അതിൻ്റെ അകത്തോടെ നന്മയെന്ന് പറയുന്നത് അതുൾപ്പെടെ ദൈവത്തിൻ്റെ വെളിപാട് എളിയവർക്ക് ആദ്യം ദൈവം വെളിപ്പെടുത്തിയ അതാണ് സകല കാര്യങ്ങളും ഉള്ളത്. പക്ഷേ പ്രാകൃതമായ മനുഷ്യരെ കണ്ടിട്ട് മിക്കവാറും ആരാണെന്ന് പോലും ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ഔന്നത്യമോ അംഗീകാരമോ സംസാരമോ
അവരുടെ സംസാരം, അവർ സ്വീകരണമോ സ്വാഗതമോ ഒന്നും കൊടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അമ്മ. അവരമ്മയാണല്ലോ കണ്ടത്. അപ്പം അമ്മയെ ഈശോനെ അല്ല കണ്ടത്. അപ്പം അവിടുത്തെ സിറ്റുവേഷൻസ് ഇവർ വെൽക്കമിങ് അല്ല ശരിക്കും പറഞ്ഞാൽ. അവരൊരു പ്രകൃതമായ പെറ്റ് അമ്മയ്ക്കാണെങ്കിൽ അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാര്യം വെച്ചാൽ വളരെ സുന്ദരമായ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. കാര്യം പ്രസവം കഴിഞ്ഞു പെറ്റതറിയാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരല്ലേ ആ സമയത്ത് വരണത്. അവർ സമ്മാനം കൊണ്ട് വരണതിന് പകരം ഒരു ബന്ധവും ഇല്ലാത്ത പരിചയമില്ലാത്ത കുറച്ച് പ്രാകൃത മനുഷ്യർ ഒന്ന് നോക്കി വെച്ച് പോകും. പക്ഷേ നോക്കി വെച്ച് പോകുമ്പോൾ അവർക്കും ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല, മര്യാദ തിരിച്ച് റെസ്പോൺസ്. നമ്മുടെ ജീവിതം ഇങ്ങനെ ചില സമയത്ത് നിറം നഷ്ടപ്പെട്ട് കാണും. ജീവിതത്തിൽ നിറം നഷ്ടപ്പെട്ട് കാണും. കാരണം അമ്മയ്ക്കാണെങ്കിൽ ആ വരവ് കൊണ്ട് പ്രത്യേകിച്ച് നല്ല വണ്ണം വീട്ടിൽ താമസിച്ച് ഭംഗിയായിട്ട് ആൾക്കാരുടെ സ്നേഹവും ഔദാര്യവും പരിഗണനയും പരിചരണവും ഒക്കെ കിട്ടേണ്ട കാലത്ത് ഈ പ്രകൃതമായ മനുഷ്യർ വന്ന് നോക്കി നിന്നില്ല, വരവ് ഒന്നും കിട്ടിയില്ല. അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആട്ടിടയന്മാർ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി ആട്ടിടയന്മാരെ കുറിച്ച് പറയണത് അവരോട് പറയപ്പെട്ട അവർ ദേ ആർ ഹാപ്പി വാട്ട് ദേ ഹാവ് ഫെൽറ്റ്. അവർക്ക് അവിടെ കിട്ടിയതിനെ കുറിച്ച് അവർ വളരെ ഹാപ്പിയാണ്. അവർ കണ്ടതുപോലെ പറഞ്ഞതുപോലെ കണ്ടല്ലോ പിള്ളക്കച്ചി പൊതിഞ്ഞ് പുറത്തൊട്ട് കിടന്നിരിക്കുന്ന ഇവരായിരിക്കും രാജാവെന്ന് അവിടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ദേ ആർ ഹാപ്പി. അപ്പോൾ സിറ്റുവേഷൻസ് മോശമാണ് അവിടെ. ഒരു രാജാവിൻ്റെതായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. രാജകീയ ജന്മവുമല്ല. ഒരു ചേരിപ്രദേശത്ത് ആരോ ഒരു വലിയ സ്വാധീനവും വിലയും നിലയും ഇല്ലാത്ത ആൾക്കാർ പെറ്റ് കിടക്കണ പോലെ വഴിയരികെ പെറ്റ് കിടക്കുന്ന ഒരു അവസ്ഥ. ഞാൻ ആ പുൽത്തൊട്ടി പോയതാണ്. അതൊരു വഴിയരികയാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഗുഹ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കൂടെ അവിടെ ഒരു വഴിയരിക ഉണ്ട് ഇവിടെ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് കണ്ടിട്ട് ആട്ടിടയന്മാർക്ക് സന്തോഷമാണ് ഉണ്ടായത്. കാര്യം ആ സിറ്റുവേഷനെ കുറിച്ച് ദേ ആർ ലീസ്റ്റ് ബോധപ്പെട്ടിട്ട്. ആ സാഹചര്യം കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ തോന്നത്തില്ല. പക്ഷേ സാഹചര്യമല്ല വിശ്വസിക്കേണ്ടത്, കർത്താവിൻ്റെ വചനമാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് തങ്ങളോട് പറയപ്പെട്ടതുപോലെ കണ്ടത് കൊണ്ടാണ്. ആ സാഹചര്യമല്ല കർത്താവിൻ്റെ വചനമാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള വലിയൊരു ഉൾക്കാഴ്ചയാണ് ദൈവം നമുക്ക് നൽകണത്. അപ്പോഴേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകാം, നമ്മൾ നല്ലോണം വിശ്വസിക്കുന്നവരാകാം, പക്ഷേ അതിൻ്റെ ഒരു സെറ്റപ്പ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. ഭയങ്കരമാണ്. ഞാൻ കുറേ അനുഭവിച്ചുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദൈവത്തെ എല്ലാവരെക്കാളും ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ സെറ്റപ്പ് സിറ്റുവേഷൻസ് ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മൾ പ്രാർത്ഥിക്കാത്ത മനുഷ്യരെ പോലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകും. സ്റ്റിൽ വി ബിലീവ് ഇൻ ഇറ്റ്, വി വിൽ ട്രസ്റ്റ് ഇൻ ഇറ്റ്, സ്റ്റിൽ വി ഗെറ്റ് ത്രൂ ഇറ്റ്. അതിലൂടെ കടന്നു പോവുകയാണ്. എന്താ, ദൈവത്തിൻ്റെ വചനങ്ങൾ അനാലങ്കൃതമായ അടയാളങ്ങളില്ലാതിരിക്കുന്ന ഒരു കാലത്തും അടയാളങ്ങൾ കണ്ട് വിശ്വസിക്കുന്നവരുടെ അതെത്ര. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭ നോൻപ് കാലത്തിലൂടെ കടന്നു പോവുകയാണ്. സഭയിലിത് കഴിഞ്ഞ തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് ആരംഭിച്ചതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് സഭയിൽ അതിൻ്റെ അംഗങ്ങളായിട്ടുള്ളവർ കരിയുടെ പൊടിയുണ്ടാക്കി അത് വെളിച്ചെണ്ണയിൽ ചാലിച്ച് നെറ്റിയിൽ കുരിശിട്ടിട്ട് വൈദികൻ പറയും, മനുഷ്യ നീ മണ്ണാകുന്നു. ബേസിക്കായിട്ട് നീ ആരാണ്? സുവിശേഷം പറയണത് ദൈവത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ അവശേഷിക്കുന്നത് ഒരു പിടി മണ്ണ് അല്ലെങ്കിൽ ചാരമാണ്. ഇതോടുകൂടി സഭ കടുത്ത ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കുമാണ് ഉൾവലിയുന്നത്. പണ്ടത്തെ കാലത്തേക്കാളും എല്ലാ സഭകളിലുള്ള അനേകം മക്കൾ മുമ്പത്തേക്കാൾ ഉപവസിക്കുന്നവരും നോൻപ് അക്ഷരാർത്ഥത്തിൽ ആചരിക്കുന്നവരുമാണ്. അങ്ങനെ ആചരിക്കുമ്പോൾ അതനുസരിച്ച് സുവിശേഷവിഹിതമായ ഒരു സാക്ഷ്യ ജീവിതം അവർ നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സഭയിൽ ചില കശപിശകളൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങളെ ഇതൊന്നും ബാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം. അതെല്ലാ കാലത്തും ഉള്ളതാണ്. പക്ഷെ ജനങ്ങളുടെ ആധ്യാത്മികതയെയും സുവിശേഷവിഹിതമായ സാക്ഷ്യ ജീവിതത്തെയും ഒന്നും ബാധിച്ചിട്ടില്ല. കാര്യം ഇതിൻ്റെ അപ്പുറത്താണ് ദൈവവും ദൈവാനുഭവവും എന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ
മനസ്സിലാക്കി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനെ സഭ എല്ലാ കാലത്തതുപോലെ സഭയും ഇതിനെ അതിജീവിച്ച് അങ്ങനെ ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ അടയാളമായി സഭ ഇനിയും ഇനിയും വളരും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. നോൻപിൻ്റെ തലേ ദിവസം നമ്മുടെ വിജയകുമാർ സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ എല്ലാവരും ഉപവാസത്തിലേക്ക് പോവുകയല്ലേ, ഞായറാഴ്ച ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് കുഞ്ഞുങ്ങൾ ചോദിക്കണമെന്ന് ചോദിച്ചു, സാറിൻ്റെ മക്കൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ലത്തീൻ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് 40 ദിവസമാണ് ഉപവാസം, നോൻപ് കാലം. ഈ ശരിക്കും വിഷുദ്ധി ബുധൻ മുതൽ ഈസ്റ്റർ വരെ 46 ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 6 ദിവസം 6 ഞായറാഴ്ചകളാണ്. ഞായറാഴ്ചകളെ കർത്താവിൻ്റെ തിരുവുദ്ധാന ദിവസമാണ്. നോൻപിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ പ്രാർത്ഥനാ ജീവിതത്തെ ഒഴിവാക്കിയിട്ടില്ല. 6 ഞായറാഴ്ച കഴിയുമ്പോഴാണ് ബാക്കി 40 ദിവസം ഉള്ളത്. ഇത് ഭയങ്കര ഒരു വസന്തകാലമാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇത് ഏറ്റവും 2 അനുഗ്രഹം ഒരുമിച്ച് വരണതാണ്. ചില ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോമോളിനോട് പറയുമായിരുന്നു, ഞാൻ ഡോക്ടറേറ്റിന് ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് സ്പെയിനിൽ പോയി വേറെ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ 2 ഒരേ സമയത്ത് പഠിച്ചു തീർക്കുകയാണെങ്കിൽ എനിക്ക് ഡബിൾ ഡോക്ടറേറ്റ് കിട്ടത്തില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, നീ ശ്രമിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇതുപോലെ ഡബിൾ പദവി കിട്ടുന്നതാണ് ഈ നോൻപ് കാലം. നമ്മൾക്ക് ഉടമ്പടി എടുത്തവർക്ക് ഡബിൾ പദവിയാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെയും നോൻപിൻ്റെ ഒരു കൃപ, അതിനുള്ളിൽ സുവിശേഷ സാക്ഷ്യത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടിയുടെ വേറെ ഒരു ജീവിതം. ഈ നോൻപ് ജീവിതവും ഉടമ്പടി ജീവിതവും തമ്മിൽ ഭയങ്കരമായിട്ട് നമ്മൾ എംപവർ ചെയ്യിക്കും. നമുക്ക് പവർ ഇല്ലാണ്ട് ഒരു 0 പവറായി പോകും ചില സമയത്ത്. ജീവിതത്തിൽ 0 പവറായി കഴിയുമ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേ ഈ അനിത ടോമി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അനിത ടോമിയുടെ സാക്ഷ്യങ്ങളെന്ന് പറയുന്നത്, അനിത ടോമിയുടെ വിഷയം ഒരു വല്ലാത്ത കുടുംബ പ്രശ്നമാണ്. കുടുംബ പ്രശ്നത്തെ അവർ അനാവരണം ചെയ്തില്ല, നല്ല കാര്യം. നമുക്ക് അവരുടെ സ്വകാര്യ വിഷയം നമുക്ക് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ആ ഒരു സ്വകാര്യ പ്രശ്നം അവരുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതം ഭയങ്കര ആഴമുള്ളതാണ്. കാര്യം അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, വൈരാഗ്യം ഉണ്ടായി, വെറുപ്പുണ്ടായി, ഒറ്റപ്പെട്ട്, കുടുംബത്തിലുള്ളവർ തന്നെയാണ്. അപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് അതിൻ്റെ ഉള്ളിൽ അവർ പ്രഗ്നൻറ്റുമായി. അതിൻ്റെ ഇമ്പാക്റ്റ് കാരണം ബ്ലീഡിങ്ങുമായി. ഭയങ്കരമായ ഒരു സ്ത്രീ കടന്നു പോകുന്ന ഒരു ഭയങ്കര നമുക്ക് താങ്ങാനാവാത്ത ഒരു മാനസിക ഭാരങ്ങളാണ്. ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവളോട് ഡോക്ടർ പറഞ്ഞ്, നിങ്ങളുടെ ഈ സൈക്കോസോമ ഡിസീസ് പോലെ വരണതാണ്. മനസ്സിനുണ്ടാകുന്ന പിരിമുറുക്കവും ആഘാതവും ഭാരവും ആണ് ബോഡിയെ ബാധിച്ചിട്ട് അത് പിന്നെ ബ്ലീഡിങ് ആയിട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതല്ലാണെന്ന്, ഒരു ക്ലിനിക്കൽ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് പറഞ്ഞു. കാര്യം ഉറക്കമില്ല, ആളിന് ഡിപ്രഷനായിപ്പോയി. ഉറക്കമില്ലാണ്ട് വന്ന് ഡിപ്രഷനായി കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമ്മൾ ആശുപത്രി ചെല്ലുമ്പോൾ അവർ നമുക്ക് ഒരു ഹെൽപ്പ് തരും. ക്ലിനിക്കൽ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിൻ്റെ ഒരു കൗൺസിലിംഗ് ഇതൊക്കെ തരും.
നമ്മളെ എംപവർ ചെയ്യണം അവരുടെ ഉദ്ദേശം. നമ്മളെ അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയുള്ള ഉത്തേജകമായ ഉപദേശങ്ങളും ചിലപ്പോൾ മരുന്ന് തരും. അപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് ഇവർ പോവുകയാണ്. അതിനുശേഷം ഈ കൗൺസിലർ പറഞ്ഞു, നിങ്ങൾ കാണിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കാട്രിനെ കാണിക്കേണ്ടത്, ഒരു മനോരോഗ വിദഗ്ധനെ കാണിക്കണമെന്ന് പറഞ്ഞു. മാനസികമായ ഉപദേശകനേക്കാൾ ഉപരി ഒരു മനോരോഗ വിദഗ്ധൻ. അപ്പം അത്ര കണ്ട് ഇവൾ ഡിപ്രസ്ഡായി പോയായിരുന്നു. ഞാൻ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെ ഇപ്പം എനിക്കോ നിങ്ങൾക്കൊക്കെ ഇത് വരാം. പ്രത്യേകിച്ച് മലയാളത്തിൽ ഇത് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. തമിഴ്നാട്ടുകാരന് അധികം വരിക, അത്രയും വരത്തില്ല. തെലുങ്കുകാരന് അവരൊക്കെ കെയർലെസ് ആയിട്ട് ആവശ്യമില്ലാത്ത ബേബി കെയറൊന്നും കൊടുക്കണില്ലല്ലോ അവർ. നമ്മൾ ആവശ്യമില്ലാത്ത എന്തൊരു ബേബി കെയറാണ്. അത് കാരണം ഇങ്ങനെ സ്പൂൺ ബേബിയായിട്ട് ബിസ്ക്കറ്റ് ബേബിയായിട്ട് ജനിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ കടന്ന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരണമല്ലേ. അത് ആവശ്യമില്ലാത്ത ഒത്തിരി കെയറുകൾ കിട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റ് ബേബിയായി പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോൾ ഇവരുടെ വിഷയം കണ്ടില്ലേ, ഇവരുടെ വിഷയം വളരെ സീരിയസാണ്. അപ്പോൾ ഇവരോട് പറഞ്ഞത് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പറഞ്ഞു. സൈക്കാട്രി അവർ കണ്ടു. അങ്ങനെ അദ്ദേഹം കുറച്ച് മരുന്നിനൊക്കെ കുറിച്ച് കൊടുത്തു. അപ്പോൾ ഉറങ്ങാനുള്ള മരുന്നുകളും മറ്റു തരത്തിലുള്ള ഹോർമോൺ ഉത്തേജകമായിട്ടുള്ള മരുന്നുകളൊക്കെ കുറിച്ച് കൊടുക്കും. അപ്പോൾ കുറച്ച് ബലം കിട്ടും. പക്ഷേ ഇഷ്യൂ പോകത്തില്ലല്ലോ. നമ്മുടെ മനസ്സിനെ ആഘാതമാക്കിയ സബ്ജക്റ്റ് വൈസ് അവിടെ ഹീലിംഗ് ഉണ്ടാകാൻ വലിയ പാടാണ്. അതൊരു ടൈം കഴിയുമ്പോൾ മറന്നും പുറത്തും മാറി താമസിച്ചും ഒക്കെ ഇങ്ങനെ കുറച്ച് സബ്സൈഡ് ചെയ്ത് പോകുന്നല്ലാതെ ആ ഇഷ്യൂ അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കാനുള്ള സാധ്യത, രോഗകാരണങ്ങൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഇവളാണെങ്കിൽ ശരിക്കും ഒരുങ്ങി ഡിപ്രസ്ഡ് ആയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു സീറോയിലേക്ക് വരികയാണ്. സീറോയിലേക്ക് പറഞ്ഞ കാര്യം വെച്ചാൽ മാനസികാവസ്ഥ വളരെ മോശമായി. ഇപ്പം നമ്മൾ കീഴടങ്ങി കൊടുക്കത്തില്ലേ, കീഴടങ്ങി കൊടുക്കും. ചിലർ രോഗത്തിന് കീഴടങ്ങി കൊടുക്കും. പട്ടാളക്കാർ യുദ്ധം തോക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വെള്ളക്കൊടി വീശും, അല്ലെങ്കിൽ കൈ ഉയർത്തി കാണിക്കും. അപ്പോൾ ശത്രുക്കൾ വന്ന് നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് വല്ല തുറങ്കിലും അടക്കും. ചിലപ്പോൾ അവിടെ കിടന്ന് ചത്തുപോയതും വരും. ചിലപ്പോൾ യുദ്ധം കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരെ ഏൽപ്പിക്കുന്ന സമയത്ത് ജീവനുള്ളവർ തിരിച്ചേൽപ്പിച്ചതും വരും. എന്നാലും ഒരു തോറ്റ് കൊടുക്കുന്ന ഒരവസ്ഥ വന്നു, നമ്മൾ തന്നെ തോറ്റ് കൊടുക്കുന്ന അവസ്ഥ. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ട എന്ന് വിചാരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായത്, ഇതിൻ്റെ മാസം തികയാതെ പ്രസവിക്കും, 7-ാം മാസം പ്രസവിക്കും. അതൊന്നും അനിത ടോബിനെ അധികം ചെയ്യണില്ല. കാര്യം മനസ്സ് വളരെയേറെ ഡിപ്രസ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ ആശങ്കകളോ സന്തോഷമോ അങ്ങനെയൊന്നും ഇല്ല. അതാണ് ഡിപ്രഷൻ എന്ന് പറയണത്. അപ്പോൾ ഇതിങ്ങനെ ഒരു മാനസികാവസ്ഥ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ അവർക്ക് അവരുടെ തൊണ്ടയുടെ ഇടയിൽ തൊണ്ട വാ പൊളിച്ചപ്പോൾ 2 കുരുക്കൾ. അപ്പോൾ അതിനെ പക്ഷേ ലീസ്റ്റ് കോൺഷ്യസ് ആണ് ഇവൾ. ആ സംഭവം നേരത്തെ ഉള്ളതാണ്, 2-3 ആഴ്ചയായിട്ട് ഈ കുരുക്കൾ തൊണ്ടയിലുള്ളതാണ്. പക്ഷേ ഇവർ ലീസ്റ്റ് കോൺഷ്യസ് ആണ്. അതിൽ അവർ അഡ്രസ്സ് ചെയ്യണില്ല, ആ വിഷയം അഡ്രസ്സ് ചെയ്യണില്ല. പക്ഷേ എങ്കിലും ആശുപത്രി ചെന്നപ്പോഴേ ഇപ്പം കുറച്ച് സമയം കിട്ടിയപ്പോൾ അവർ വന്നത് ഇവിടെ ഈ എൻഡോക്രൈമിലെ ഏറ്റവും തിരക്ക് കുറഞ്ഞ ഡോക്ടർ ആരാണെന്ന് ചോദിച്ചു. തൊണ്ടയുടെ ചികിത്സയിലെ തിരക്കില്ലാത്ത ഡോക്ടർ ഏതാണ്? സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ചെന്നിരിക്കണത്. അപ്പോൾ തിരക്കില്ലാത്ത ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതൊന്ന് കാണിക്കാം. അപ്പോൾ അങ്ങനെ ഒരു തിരക്കില്ലാത്ത ഡോക്ടറിനെ കണ്ടുപിടിച്ചത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതെന്താ പരിപാടി, എത്ര ദിവസമായി ഇങ്ങനെ നിങ്ങൾക്ക് പുള്ളി ചോദിക്കണ്ടേ? അപ്പോൾ അത് ഉടനെ ഡോക്ടർ പറഞ്ഞു, ഇത് FNACക്ക് വിടണമെന്ന് പറഞ്ഞു. FNAC എന്ന് പറഞ്ഞാൽ സാമ്പിൾ ടെസ്റ്റാണ്, ബയോപ്സി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് കുറച്ച് തന്മാത്രകൾ എടുത്തിട്ട് ഒരു ടെസ്റ്റിന് വിടും. ടെസ്റ്റിന് വിട്ടിട്ട് ആ ടെസ്റ്റ് തിരിച്ചു വരുമ്പോൾ നേരത്തെ മാനസികമായി തകർന്നിരിക്കുന്ന ആൾ, പിന്നെ അകാലമായിട്ട് പ്രസവിച്ച ആൾ, പിന്നെ ഇപ്പം ഈ അസുഖം കൂടി വന്നപ്പോൾ
അതിൻ്റെ അകത്ത് ക്യാൻസർ പോസിറ്റീവാണ്. ക്യാൻസർ പോസിറ്റീവ് ആകുമ്പോൾ എന്നിട്ട് ഇവർ പറയുന്നൊരു വാക്കുണ്ട്, എനിക്കൊന്നും തോന്നിയില്ലെന്ന്. എന്താ കാര്യം വെച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കാനും തോന്നിയില്ല. ഈ FNAC ടെസ്റ്റിന് വിടുമ്പോൾ, ബയോപ്സിക്ക് വിടുമ്പോൾ വിടുന്നവരെല്ലാവരും വന്ന് പ്രാർത്ഥിക്കത്തില്ലേ, സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കും. ഒടുങ്ങണി അങ്ങോട്ട് ഒടുങ്ങട്ടെ, കണ്ട ഇതാണ് സാധനം, ഇതാണ് ഡിപ്രഷൻ എന്ന് പറയണത്. ഒടുങ്ങണി അങ്ങോട്ട് ഒടുങ്ങട്ടെ എന്ന് വിചാരിക്കുന്നത് അവർക്കൊന്നും തോന്നണില്ല. അപ്പോൾ ഇതാണ് ഡിപ്രഷൻ്റെ ഏറ്റവും കാര്യം. സ്വന്തം ലൈഫ് തന്നെ സിങ്കിങ് ആയിട്ട് അതിനിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു കൈയെടുത്ത് തുഴയാൻ വേണ്ടി പോലും സ്വന്തമായിട്ട് ഇച്ഛാശക്തി തോന്നാത്ത ഒരാൾ, അത്രയും ഡിപ്രഷനാണെന്ന് അർത്ഥം. മനസ്സ് വൈരാഗ്യവും വിദ്വേഷവും വേറെ, സങ്കടങ്ങളും കുടുംബപ്രശ്നങ്ങളുണ്ട്. ഇതുമൂലം ശരീരത്തിനുണ്ടായിരിക്കുന്ന രോഗങ്ങളും അതിൻ്റെ പീഡകളും വേറെ. അപ്പോഴിങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇവൾക്ക് തോന്നുന്നുണ്ട്, തനിക്കെന്ത് ഈ ഒരു അവസ്ഥയിൽ ആരെങ്കിലും തന്നെ ഒന്ന് നല്ലവണ്ണം ഉപദേശിക്കണത് നല്ലതാണെന്ന് അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നൽ ഇവൾക്കുണ്ടായി. അപ്പോൾ ഇവളെ ഒരു റീന എന്നും പറഞ്ഞ് ഒരു ചേച്ചിനെ ഇവൾക്കറിയാം, ഇവളുടെ മനസ്സിലുള്ളതാണ്. കാരണം റീനയുടെ പ്രാർത്ഥനയും ജീവിത രീതിയും ഒക്കെ ഇവളെ മനസ്സിൽ. അപ്പോൾ ഒരു ആരെങ്കിലും തങ്ങളെ ഉപദേശിക്കണമെന്ന് പറയുമ്പോൾ, ഞാനും വന്ന് പെട്ടുപോയ അവസ്ഥയിൽ എന്നെ ഒന്ന് കൈപിടിച്ച് കയറ്റാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് പറയുമ്പോൾ ഇവളുടെ മനസ്സിൽ വരുന്ന പേര് റീന എന്നുള്ള ഒരു സാധാരണ ഒരു വീട്ടമ്മ. ഈ റീനയെടുത്ത് ചെന്ന് പറയും, ഇവിടെ താൻ എന്നെ ഒന്ന് ഉപദേശിക്കുക. കണ്ട ഉപദേശത്തിൻ്റെ വിഷയം വേണ്ട. അപ്പം ഒരേ വിഷയം പോണ ആ രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ റീനയോട് പറയും, ഇങ്ങനെയാണ് ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ക്യാൻസറാണ്, അതുപോലെ തന്നെ എനിക്ക് ഡിപ്രഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഉടനെ റീന ഇത് കേട്ട് പറഞ്ഞു, നിനക്കൊരു ഡിപ്രഷനും ഇല്ലെന്ന് പറഞ്ഞു. ഒറ്റ വാക്ക്, നിനക്കൊരു ഡിപ്രഷനും ഇല്ല, നീ ഇന്ന് തന്നെ കൃപാസനത്തിലല്ലേ, അമ്മ ബാക്കി തീരുമാനിക്കട്ടെ എന്ന് പറയും. ഒരു മനുഷ്യൻ്റെ ഒരു വിഷയം സോൾവ് ചെയ്യുന്ന രീതി കണ്ട. റീനയെ സംബന്ധിച്ചിടത്തോളം ഫുൾ ആൻഡ് ഫുൾ കൺവിൻസ്ഡ് അബൌട്ട് കൃപാസനത്തെക്കുറിച്ചും അതിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചും അവിടെ ചെന്നാൽ ആ കാലൊന്ന് കുത്തിയാൽ അമ്മ ഈ വിഷയത്തിൽ ഇടപെടുമെന്നുള്ളതിനെക്കുറിച്ച് റീനയ്ക്ക് നല്ല ബോധ്യമാണ്. തകർന്നടിഞ്ഞ് വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ ഒറ്റ വാക്ക് പറഞ്ഞു, നിനക്കൊരു ഡിപ്രഷനുമില്ല, ഒരു ചികിത്സയുമില്ല, ആ മരുന്നെല്ലാം കളാ, നീ കൃപാസനത്തിലല്ലേ, അമ്മ ഈ വിഷയത്തെ തീരുമാനിക്കുമെന്ന് പറയും. അതാണ് ബോധ്യം, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഇവർ അന്ന് വന്നില്ല, പിറ്റേ ദിവസം കൃപാസനത്തിൽ വരും. കൃപാസനത്തിൽ വന്ന് അവർ ഉടമ്പടി എടുക്കും. ഇവർ പറയണതേ, ഉടമ്പടിയുടെ ക്ലാസ് ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്രയും ദിവസം, നിങ്ങൾക്കറിയില്ല ഉടമ്പടി ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ. ഇപ്പോൾ എൻ്റെ ക്ലാസ് ആയാലും ജോമോളുടെ ക്ലാസ് ആയാലും ക്ലാസ് എന്ന് പറയുന്നത് റെക്കോർഡാണ്. റെക്കോർഡ് ചെയ്തിട്ട് നമ്മളവിടെ കേൾപ്പിക്കണതാണ്. എപ്പോഴും ഞങ്ങൾക്ക് അവിടെ പോയി ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴേ ഉടമ്പടി ക്ലാസ് കേട്ടപ്പോൾ തന്നെ എൻ്റെ വൈരാഗ്യം പോയി, എൻ്റെ വിദ്വേഷം പോയി, ഞാൻ ആകപ്പാടെ വിശുദ്ധീകരിച്ചത് പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് അനേകം മക്കൾക്ക് സംഭവിക്കുന്നതാണ്. കാര്യം ഉടമ്പടിയുടെ ക്ലാസ്സിലാണ് കാര്യങ്ങളിരിക്കുന്നത്. അവിടെ പോയിരുന്നുണ്ട് കടമാൻ പോത്തിനെ പോലെ ഉറങ്ങുന്ന കക്ഷികളുണ്ട്. അതുങ്ങൾ ജീവിതകാലം മുഴുവൻ ഉറങ്ങുകയേ ഉള്ളൂ. പിന്നെ എനിക്ക് സന്തോഷമാണ്, 10 പത്രം ആൾക്കാർക്ക് കൊടുക്കുകയല്ല. ഉറങ്ങണവരാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ പത്രം കൊടുക്കേണ്ടി വരില്ല. കാര്യം പത്രത്തിലല്ലേ പരിശുദ്ധ അമ്മ എല്ലാ സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്നത്. ജനങ്ങളെ അറിയിക്കേണ്ടവരെ അറിയിക്കുന്നതും അറിയാത്തവരെ അറിയിക്കുന്നതും ആഴപ്പെടുത്തുന്നതും നിങ്ങളെ പ്രേക്ഷിതരാക്കുന്നതും എല്ലാം ഈ പത്രമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് പകുതി മുക്കാൽ അതിൻ്റെ അകത്തുള്ളത്. പിന്നെ എൻ്റെ ഇതുപോലുള്ള സംസാരങ്ങളും വേറെ ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടാകത്തില്ല. കൃപാസനത്തിന് മിഷൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ മിഷൻ എപ്പോഴായാലും ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അനേകം ആൾക്കാരെയാണത് ജീവിതത്തിലേക്കും പൊതുജീവിതത്തിലേക്കും പൊതുജീവിതത്തിലേക്കൊക്കെ കൊണ്ടുവരണത്. അപ്പോൾ ഇതിനെ ഇത് ക്ലാസ് കേട്ടപ്പോൾ തന്നെ വൈപ്പായി. നിങ്ങൾക്കറിയാമല്ലോ, ഇത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭാരങ്ങളെല്ലാം മാറുകയും വിദ്വേഷം മാറുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാകണം അതിൻ്റെ അകത്ത്. അതാണ് എൻ്റെ അകത്ത് വിഷയം ഇരിക്കുന്നത്. കാര്യം തനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്, താനീ ചെയ്യണതൊന്നും ശരിയല്ല, ദൈവത്തിന് നിരക്കുന്നതല്ലെന്ന് സ്വയമായി ബോധ്യമൊക്കെ ഉണ്ട്. പക്ഷെ അവളോട് കാണിച്ചിരിക്കുന്നത് അനുസരിച്ചിട്ട് വൈരാഗ്യം ഒട്ടും മാറണമില്ല. അങ്ങനെ ഒരു പെട്ടിരിക്കുന്ന ആളെ
അവൾ കാണിക്കുന്ന വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും ശരിയല്ലെന്നും അതൊക്കെ മാറേണ്ടതാണെന്നും അവൾക്കറിയാം. പക്ഷേ അവൾ കാണിച്ചിരിക്കുന്ന വ്യക്തികൾ അതിനുള്ള കാരണങ്ങളില്ലാത്ത കൊണ്ടും മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന കാരണവും അവൾക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ഒരു കാണാത്ത കയറെ കെട്ടിയിട്ടുള്ള വിഷമസന്ധിയിൽ അങ്ങനെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്? അവിടെ ഇവളുടെ ഒരു ആത്മാർത്ഥത കാരണം ഈ ദൈവം ആദ്യമേ തന്നെ ഇൻസെൻറ്റീവ് എന്ന് പറയും. നമ്മൾ ഇൻസെൻറ്റീവ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഉടമ്പടിയിലെ ഒരു സംഭവമാണ്. ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസെൻറ്റീവ് ഒരു അച്ചാരം പോലെ ഒരു അഡ്വാൻസ് നമ്മളുടെ നിന്നൊരു വ്യക്തിപരമായ താല്പര്യം എടുത്തു കഴിഞ്ഞാൽ, ഒരു 10% താല്പര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആകർഷണ മേഖലയിൽ നിന്ന് പൂർണ്ണമായി വഴുതി പോയിട്ടില്ല, ഇപ്പോഴും ഒരു നോട്ട് പിടുത്തമുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഭാവിയിൽ നിങ്ങൾ ശരിയായി വരുമെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം കണ്ണും പൂട്ടി ഒരു ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ബാങ്കുകാർ ലോൺ തരാൻ തയ്യാറാകും, അല്ലേ? ബാങ്കുകാരൊക്കെ ആ പ്രോജക്റ്റ് കറക്റ്റാണ്, അതിൻ്റെ എക്സ്പോർട്ട് നടക്കും, നിങ്ങൾക്കതിൻ്റെ മൊണോപ്പൊളി ഉണ്ട് എന്ന് ബാങ്കിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഓടി എത്ര വേണമെങ്കിലും തരും, കോടിക്കണക്കിന് രൂപ തരും. അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് ദൈവവും തരും. നമ്മൾ രക്ഷപ്പെടുമെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവോയ്ഡ് ഓഫ് യുവർ മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ് ദൈവം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്ന് ദൈവത്തിന് തോന്നിയാൽ നിങ്ങൾ പ്രോജക്റ്റ് ഇതിന് ഗ്രേസിൻ്റെ കൃപ മുടക്കാൻ പറ്റിയ ഒരു നല്ല സക്സസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് നിങ്ങളെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. അനിത ടോമി ഒരു ടൈം കഴിയുമ്പോൾ കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് വരുമെന്ന് ദൈവത്തിന് അറിയാമല്ലോ. അത് എപ്പോഴും എൻ്റെ മക്കളെ ഉടമ്പടിയുടെ വിജയമെന്ന് പറയണത് നിങ്ങളുടെ ഓരോരോ കാലത്തെ വീട്, വിവാഹം, ജോലി, പഠനം, അതുപോലെ തന്നെ പരീക്ഷ, അതെല്ലാം ആ ഒരു വിഷയം വെച്ചുകൊണ്ട് നിങ്ങൾ ഉടമ്പടിയെ സമീപിച്ചു. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവവുമില്ല ആരും ഇല്ലാത്ത പോലെ ജീവിക്കുന്ന ഒരു രീതിയാണല്ലോ ചില ആൾക്കാരുടെ ഉള്ളത്. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം. നിങ്ങൾ ആദ്യമേ ദൈവത്തെ ധരിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും കവനൻ്റ് ഈസ് എൻ ഇൻ്റലിജൻ്റ് അഫെയർ എന്ന് പറയും. എന്നുവെച്ചാൽ എന്താ വെച്ചാൽ ബുദ്ധിപരമായൊരു നടപടിയാണ്. നിങ്ങൾ ദൈവത്തെ ധരിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊരു മിനിമം പരിപാടിയല്ല. ഉടമ്പടി എന്നെ സംബന്ധിച്ചിടത്തോളം IELTS പാസ്സാകാനുള്ള ഒരു മിനിമം പരിപാടിയല്ല, വസ്തു വിൽക്കാൻ വേണ്ടിയുള്ള ഒരു മിനിമം പരിപാടിയല്ല, കല്യാണം ഒത്തുവരാൻ വേണ്ടിയുള്ള ചെറിയൊരു നടപടിക്രമമല്ല. എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള ബൃഹത്തായ ഒരു പരിപാടിയാണിതെന്ന് നിങ്ങൾ ദൈവത്തെ ധരിപ്പിക്കണം. പിടികിട്ടിയ ഇത് ഭയങ്കര ബുദ്ധിപരമായിട്ട് ഇടപെടേണ്ട കാര്യം, ആദ്യമേ ചെയ്യേണ്ട കാര്യമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ആദ്യമേ തന്നെ ദൈവത്തെ ധരിപ്പിക്കേണ്ട, കർത്താവേ എൻ്റെ ഈ പരീക്ഷ കൊണ്ട് തീരണമല്ല നമ്മമ്മലുള്ള ജീവിതം, എൻ്റെ ഈ കാനഡയിൽ പോക്കുകൊണ്ട് തീരണമല്ല നമ്മമ്മലുള്ള ജീവിതം. ഞാൻ എവിടെ പോയാലും ചില ആൾക്കാർ പറയത്തില്ലേ മരണം വരെ ഞാൻ ഉടമ്പടി ജീവിതം ജീവിക്കുമെന്ന്. ഇന്നിപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഉടമ്പടി ഒരു പ്രാർത്ഥനയല്ല, അതൊരു ജീവിത രീതിയാണെന്ന് മനസ്സിലായി. ജീവിത രീതി എന്നാണ് പറയണത്. ഉടമ്പടി ഒരു ജീവിത രീതി, സുവിശേഷവിഹിതമായ സാക്ഷി ജീവിതമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടി അങ്ങനെ ദൈവത്തിന് ആദ്യമേ നമ്മളെക്കുറിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇല്ലേ, നമ്മളെക്കുറിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇപ്പം നമ്മളിവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ പരിചയമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും നമ്മൾ ഇന്നയാളാണെന്ന് പറയത്തില്ലേ. ഞാൻ ഫാദർ ജോസഫ് വലിയ വീട്ടിലെ ആലപ്പുഴ രൂപതയുടെ ഒരു വൈദികനാണെന്ന് ഞാൻ ആദ്യം പറയും. കൃപാസനമൊക്കെ പിന്നേ പറയത്തുള്ളൂ. കാര്യം ഞാൻ എന്നെ രൂപതയിലെ എനിക്ക് പട്ടം തന്നിരിക്കണത്. അപ്പോൾ ഞാൻ ആദ്യം അത് പറയും, ആലപ്പുഴ രൂപതയുടെ ഒരു വൈദികനാണെന്ന് പറയും. ബാക്കിയെല്ലാം ഫംഗ്ഷൻ മിഷനൊക്കെ കർത്താവ് തന്നതാണ്, പിന്നീട് കർത്താവ് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ അതാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയണത്. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കറക്റ്റായിരിക്കണം. ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആളിൻ്റെ വൈഫാണ് അനിത ടോമി, എൻ്റെ വിഷയം ഇതാ, ഞാൻ ഇത് കഴിഞ്ഞാലും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും എന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിഷയം കുറച്ച് തീരും. കാര്യം എന്താ വെച്ചാൽ നീ ജീവിക്കുമെന്ന് പറഞ്ഞാൽ മതി. കാര്യം ദൈവത്തിന് അറിയാം നീ ജീവിക്കുക ഇല്ലേ എന്നുള്ളത്. അത് ദൈവത്തിന് അറിയാമല്ലോ. ദൈവത്തിൻ്റെ അടുത്ത് ഉടായ്പൊന്നും നടക്കത്തില്ല. നീ ജീവിക്കുമോ ഇല്ലേ എന്നുള്ളത് ദൈവത്തിനറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നീ സത്യസന്ധമായാണ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ ഈ പ്രശ്നങ്ങളും പരീക്ഷാ സമയം കഴിഞ്ഞാൽ ഈ സമയത്ത് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ഇത്രയും എക്വിപ്ഡ് അല്ല, ഈ വിഷയം അതിജീവിക്കാൻ ഞാൻ അത്രയും കരുത്തില്ല.
ഇപ്പം നീ എന്നെ സഹായിക്കണം, പക്ഷെ ഞാൻ മരണം വരെ ഞാൻ നിന്റെ കൂടെ നിൽക്കും. എന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് പറഞ്ഞേ, ഇപ്പോൾ നീ എന്നെ സഹായിക്കണം. ഈശോയെ, മരണം വരെ നിന്നോടുള്ള ഉടമ്പടിയിൽ ഞാൻ സുവിശേഷ സാക്ഷിയായി ജീവിച്ചു കൊള്ളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ.